നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പുത്തൂർ വെണ്ടാർ എന്ന സ്ഥലത്താണ്. ഒരു പന്നപ്പട്ടിയെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ അർദ്ധരാത്രി ഇവിടെ എത്തിയത്. അവന്റെ പേര് രാജൻ ബാബു എന്നാണ്. വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെയായിരുന്നു. പിന്നീട് അവൻ ഇവന്റെ പേര് തന്നെ മാറ്റി മുരാരി തന്ത്രി എന്നാക്കി. സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന പാട്ടിനൊപ്പം ചുണ്ടനക്കുന്ന ഒരു പന്നത്താളി അവനാണവൻ, രാജൻ ബാബു. ഇവന്റെ മുഖം കാണില്ലേ, ഈ പന്നപ്പട്ടിയുടെ. ഇവൻ ഇന്ന് 16 വയസ്സ് തികയാത്ത ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കയറി പിടിച്ചു. എന്തായാലും ശരി, ഇവനെ തിരക്കിയുള്ള അന്വേഷണം കേരള പോലീസ് ആരംഭിച്ച മണിക്കൂറുകൾ കഴിഞ്ഞു. പക്ഷെ ഇവൻ ഒളിവിലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പുത്തൂർ പോലീസ് പറയുന്നത് ഇവനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യും. ഒരുപക്ഷെ ഇന്ന് നേരം ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് തന്നെ. 16 വയസ്സ് തികയാത്ത ഒരു പെൺകുട്ടിയെ ഇവൻ കയറി പിടിച്ചു എന്ന് പറയുമ്പോൾ ഇവന്റെ വൈകൃതം എത്രയുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ വിസ്മയ എന്ന മാധ്യമം ഇതിനു മുമ്പ് തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ പറഞ്ഞതാണ്. പക്ഷേ ഇവന്റെ ഈ തരികിടകൾക്ക് മുന്നിൽ ചിലർക്കെങ്കിലും മനസ്സിലായി കാണില്ല. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ വാർത്ത പുറത്തുവിടുന്നതിന് വേണ്ടി ഇന്ന് ഈ കൊട്ടാരക്കര പുത്തൂരിലേക്ക് വന്നത്. ഇവന്റെ പേരിലുള്ള ഒരു ജ്യോതിശാലയമാണ്, മുരാരി തന്ത്രി ജ്യോതിശാലയം എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നേരം കുറിക്കുന്നതിനും പിന്നെ സമയം നോക്കുന്നതിന്, നല്ല സമയമാണോ എന്നൊക്കെ നോക്കുന്നതിന് വേണ്ടി ഇവിടെ ദിനവും നിരവധി ആളുകൾ വരാറുണ്ട്. അങ്ങനെ എന്തൊക്കെയോ ആവശ്യത്തിന് വന്ന ഒരു അമ്മയും മകളും ഇവന്റെ വീട്ടിലെത്തി. ആ വീട്ടിൽ വെച്ച് അമ്മയെ പുറത്താക്കി മകളെ കടന്നു പിടിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ആ മകൾ ഇവന്റെ ജ്യോതിശാലയത്തിൽ നിന്നും പുറത്തേക്കോടി അമ്മയ്ക്കരികിൽ വന്ന് നടന്ന സംഭവം പറഞ്ഞു. അങ്ങനെ അമ്മയും മോളും അലറി വിളിച്ചുകൊണ്ട് നാട്ടുകാർക്ക് മുന്നിലേക്ക്. നാട്ടുകാർ പോലീസിനെ വിളിച്ചു. പോലീസ് എത്തിയപ്പോൾ ഈ മുരാരി തന്ത്രി എന്ന ഈ പന്നപ്പട്ടി അവിടെ നിന്നും ഇറങ്ങി ഓടി വീടിന് പുറകുവശത്തൂടി. എന്നിട്ട് അവിടെ നിന്നും ഇവന്റെ മറ്റൊരു കാറിൽ രക്ഷപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ശരി, പോലീസ് ഇവനെ പിടിക്കും. ഇവനെ കയ്യിൽ വിലങ്ങ് വെച്ച് ഇവിടെ കൊണ്ടുവരും. അതെല്ലാം ചിത്രീകരിച്ച് നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ കാണിക്കും. ഈ പന്നപ്പട്ടിയുടെ, ഈ കള്ളപ്പിയുടെ മുഖം നമ്മൾ കാട്ടിത്തരും. മീഡിയ പേഴ്സൺ അഗ്നിക്കൊപ്പം രജിത് കാര്യത്തിൽ, വിസ്മയ ന്യൂസ്.